ഇറാന്റെ അടുത്ത പരമോന്നത നേതാവാകാൻ അവിടുത്തെ ഭരണകൂടം തന്നെ ക്ഷണിച്ചെന്ന വിചിത്രവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്നലെ നാഷണൽ റിപ്പബ്ലിക്കൻ കോൺഗ്രഷണൽ കമ്മിറ്റിയുടെ ചടങ്ങിലാണ് ട്രംപിന്റെ വിചിത്രവാദം. ഇറാന്റെ പരമോന്നത നേതാവാകാനും ചുമതല വഹിക്കാനും ആർക്കും താല്പര്യമില്ല. അവിടുത്തെ ഭരണകൂടം പരമോന്നത സ്ഥാനമേൽക്കാൻ എന്നെ ക്ഷണിച്ചിരുന്നു, എന്നാൽ ഞാൻ അത് നിരസിച്ചു എന്നും ട്രംപ് പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയാണെന്ന അവകാശവാദത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന. എന്നാൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ട്രംപിന്റെ അവകാശവാദത്തെ പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയും ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങളിലേക്കുള്ള ഇറാൻ ആക്രമണവും തുടരുന്നതിനിടയിൽ യുദ്ധം ജയിച്ചെന്ന ഏകപക്ഷീയ വാദവുമായും ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനിയെയും മറ്റ് ചില പ്രമുഖ നേതാക്കളെയും അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഇതായിരുന്നു പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷാവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരാനാകുമെന്നായിരുന്നു അമേരിക്ക കരുതിയത്. എന്നാൽ ഇറാൻ ശക്തമായ പ്രത്യാക്രമണം നടത്തുകയായിരുന്നു. ആയത്തുള്ള അലി ഖമനിയുടെ മകൻ മൊജ്തബ ഖമനിയെയാണ് പരമോന്നത നേതാവായി ഇറാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹം ഇതുവരെയും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ആക്രമണങ്ങളിൽ അദ്ദേഹത്തിന് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇറാന്റെ ഭരണ സംവിധാനം ഇപ്പോൾ പുതിയ നേതൃത്വവുമായി ശക്തമായി തുടരുന്നുണ്ട്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ ഉപദേശങ്ങൾ തള്ളി പകരം ഉപാധികൾ വെച്ച ഇറാൻ. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് 5 നിബന്ധനകളാണ് ഇറാൻ വെച്ചത്. വെടിനിർത്തലിനുള്ള ട്രംപിന്റെ 15 ഉപാധികൾ തള്ളിയാണ് വെടിനിർത്തലിനുള്ള 5 ആവശ്യങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചത്. ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രസ് ടിവിയാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഹോർമൂസിലെ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം, ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം, വീണ്ടും യുദ്ധം തുടങ്ങില്ലെന്ന് ഉറപ്പു നൽകണം, യുദ്ധത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ കൃത്യമായ നഷ്ടപരിഹാരം നൽകണം, പ്രോക്സി ഗ്രൂപ്പുകൾക്ക് നേരെയുള്ള ആക്രമണം നിർത്തണം, സമാധാന ചർച്ച ഈ വാരാന്ത്യം വേണം എന്നിവയാണ് നിബന്ധനകൾ. അതേസമയം ഇറാന്റെ സംഘർഷബാധിത പ്രദേശമായ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ വിദേശ കപ്പലുകൾക്ക് ഇറാൻ $2 മില്യൺ തുക ഈടാക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. വെടിനിർത്തൽ കരാറിൽ അമേരിക്കയുടെ ആവശ്യങ്ങൾ അറിയിച്ച ട്രംപ് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ പുതിയ നീക്കം.